എഴുത്തിന്റെ സ്വാതന്ത്ര്യത്തെ അത് ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം നമ്മളുടെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സമൂഹത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നുള്ളതിന്റെ വളരെ ശക്തമായ എന്റെ വ്യക്തിപരമായ അനുഭവം തന്നെയാണ് ചേറുമ്പിലെ കാക്കകൾ. അത് എന്റെ നാട്ടില് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ എഴുതുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ, അതിപ്പോ നിങ്ങളുടെ എന്റെ ഓരോ കഥകൾ എടുത്ത് വായിച്ചു നോക്കിയാലും ഞാൻ ഗ്രാമത്തിലെ കഥകള്, പിന്നെ സമൂഹത്തിലെ അനാചാരങ്ങള്, ഈ അന്ധവിശ്വാസങ്ങള്, പിന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റ് ദുഃഖങ്ങളും സങ്കടം, അത് വേറെ വിഷയം. പക്ഷെ എന്റെ എയിം എന്ന് പറയുന്നത് ഈ മുസ്ലിം സാമൂഹ്യ ജീവിതത്തില് മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ചില അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യുക എന്നുള്ള, അത് ഞാൻ ഇപ്പോഴും തുടങ്ങുന്നത്. പക്ഷെ ഒരിക്കലും ഇങ്ങനെയാണെങ്കിൽ പോലും ഒരിക്കലും ഞാൻ മുസ്ലിം സമുദായത്തിനെ അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ള ആ ഐഡന്റിറ്റി അല്ല ഞാൻ ആക്രമിക്കുന്നത്, ആ മതത്തെ അല്ല. പക്ഷെ അതിനെ ഈ മതത്തെ വിറ്റ് തിന്ന് ജീവിക്കുന്ന ഒരു വിഭാഗം അതെല്ലാ മതത്തിലുണ്ട്. അത് പിന്നെ മുസ്ലിം, പിന്നെ ഹിന്ദു, ക്രിസ്ത്യൻ എന്നൊന്നുമില്ല, എല്ലാ മതത്തിലുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. മതം കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരുപടി ആളുകൾ ജീവിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ എഴുത്തുകാരൻ എന്നുള്ളതിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇവരെ മൊത്തം ആക്രമിക്കാനുള്ള ഒരു സംഗതി നമ്മുടെ കയ്യില്ല. പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് ഒരു നല്ല ഭാഷ, നല്ല ഒരു കഥയുടെ രൂപത്തിൽ വായനക്കാരിലെ എത്തിക്കുമ്പോൾ, ഒരു വായനക്കാരന് ഒരു കഥ വായിക്കുമ്പോൾ അത് വായിച്ച് കഴിയുമ്പോൾ ചെറിയ ഒരു സന്ദേഹം അല്ലെങ്കിൽ ഒരു ചോദ്യം അത് കൊടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അവർ ആ വഴിയിലൂടെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില മാറ്റങ്ങളൊക്കെ നമുക്ക് കഥയിലൂടെ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോ അതില് എടുത്തു പറയാവുന്ന ഒരു കഥ ഒരു 95 96 കൃത്യമായിട്ട് ഓർക്കുന്നില്ല, മാതൃഭൂമി വാരാന്തപ്പുറത്ത് ഒരു കഥ വരികയുണ്ടായി. ആ കഥയുടെ പേര് പോത്ത്, അതെന്റെ അവയവങ്ങൾ എന്ന സമാഹാരത്തിലുണ്ട്. ആ കഥയെക്കുറിച്ചും പിന്നെ നാട്ടിലല്ല അത് വിവാദം ഉണ്ടായത്. പക്ഷെ മറ്റ് ഈ സുന്നി വിഭാഗത്തിലെ ഒരു വിഭാഗം ആളുകൾ ശക്തമായി അതിനെ എതിർത്തുകൊണ്ട് പിന്നെ എന്നെ അപ്പൊ ഈ പോത്ത് എന്നുള്ള കഥ, അപ്പൊ ഈ കഥേനെ കുറിച്ച് പിന്നെ ഇവരുടെ ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു മാസിക, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, അവരതിൽ എഴുതിയത് ഇരിങ്ങാട്ടിരിയുടെ പോത്ത് പറഞ്ഞിട്ട് എന്നെ ഇതാക്കിക്കൊണ്ട് വളരെ രൂക്ഷമായ ഭാഷയിൽ. ആ കാലത്ത് തസ്ലീമ നസ്രീൻ ആയിരുന്നു ഈ ഇതിൽ. അപ്പൊ തസ്ലീമ നസ്രീൻ, സൽമാൻ റുഷ്ദി, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, അബു ഇരിങ്ങാട്ടിരി, ഇങ്ങനെയായിരുന്നു അന്ന് അവരെണ്ണിയത്. അത് ശക്തമായിട്ട് വന്നു. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പോയില്ല. കാരണം പിന്നെ ഒരെഴുത്തുകാരനും അതല്ലെങ്കിൽ ഒരു കലാകാരനും സമൂഹത്തിനോട് നേരിട്ട് പ്രതികരിക്കാൻ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് പറയാനുള്ളത് മുഴുവനും നമ്മളൊരു കഥയിലൂടെ അല്ലെങ്കിൽ ഒരു കവിതയിലൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആ കഥ എഴുതി തീരുമ്പോൾ അത് വായനക്കാരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് 1991 സാറിന്റെ ആദ്യത്തെ സമാഹാരം ഇറങ്ങിയത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇപ്പൊ ചെറുമ്പിന്റെ കാക്കകൾ എന്ന് പറഞ്ഞ കാക്കകളാണെങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറ്റം ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ, വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണം, അത് ഈ കാര്യം ഞാൻ ഇപ്പോ രേഖ പിന്നെ എന്നോട് ചോദിച്ചല്ലോ ആ മാറ്റം, ഇത് ഞാനൊരിടത്ത് എഴുതുവരെ ചെയ്തിട്ടുണ്ട്. കാര്യം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്റെ ലേറ്റസ്റ്റ് നോവൽ ഇത് ഇറങ്ങിയല്ലോ, ദൃഷ്ടാന്തങ്ങൾ. ഈ ദൃഷ്ടാന്തങ്ങളിലും ഇതേപോലെ എന്റെ നാടും ചേറുമ്പ്, അവിടെ ജീവിക്കുന്ന മനുഷ്യര്, ഇവിടുത്തെ അധികം മുസ്ലിം ആളുകളാണ് ഇവിടെ ഉള്ളത്, ഇവരുടെ ജീവിതമൊക്കെയാണ്. പക്ഷെ ഈ കൃതി ഇറങ്ങിയപ്പോ വിവാദത്തിന് പകരം ശരിക്ക് എനിക്ക് അവര് പിന്നെ പുരസ്കാരം തന്ന് ആദരിക്കേണ്ടത്. അപ്പൊ ഈ പിന്നെ എന്റെ ചേറുമ്പിലെ കാക്കകളിലെ കഥാപാത്രമായ ആളുകളുടെ മക്കളും അവരുടെ മക്കളും ഒക്കെയാണ് പിന്നെ 25-30 വർഷം കഴിയുമ്പോൾ ദൃഷ്ടാന്തങ്ങൾ എന്ന നോവൽ വായിച്ച് അവരെനിക്കൊരു സ്വീകരണവും ആദരവും തരുന്നത്. അതില് നമ്മുടെ രാജമാഷൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ആ പരിപാടിയിൽ. അപ്പൊ ആ കാലഘട്ടം ഇത്രയും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കഥകൾ ഉൾക്കൊള്ളാനും കഥ എന്താണെന്നും പിന്നെ അതിൽ വരുന്ന വിഷയങ്ങൾ എന്താണെന്നും അത് ആസ്വദിക്കാൻ പറ്റുന്നൊരു പിന്നെ പുതിയ തലമുറ ഉദയം ചെയ്തു എന്നുള്ളത് വളരെയധികം സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പഴയ പോലെ ഒരു കഥ എഴുതിയാൽ എനിക്ക് പേടിക്കാനില്ല. പിന്നെ അതിന് മീഡിയയ്ക്ക് ഒരു ഘടകമാണ് കേട്ടോ.
ഇപ്പോ മീഡിയ ഒരു വലിയ ഘടകമാണ്. ഇപ്പോ പഴയ കാലത്ത് ഇപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും അത് പ്രിന്റ് മീഡിയയിൽ അച്ചടിച്ചു വന്നിട്ടൊക്കെ അല്ലേ. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, ഒരു ചെറിയ പൊരി മതി, അത് മൊത്തം ആളി കത്തിക്കും. അപ്പൊ അതുകൊണ്ട് അതും കൂടെ ഒരു ഘടകമാണ്. അതുപോലെ തന്നെ സാറ് മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു? 5 വർഷത്തോളം മാധ്യമത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് അത് സ്വാഭാവികമായും നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. അതായത് നമ്മൾ കുട്ടികളാവുമ്പോ ഇപ്പോ അധ്യാപകർ ഇപ്പോഴും ചോദിക്കാറുണ്ട്, പഴയകാലത്ത് നമ്മളോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, വലുതാവുമ്പോൾ നിങ്ങൾ എന്താകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ടാവും. പക്ഷെ അന്നൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നത് എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ എന്നൊക്കെയുള്ള എഡിറ്റർ എന്നൊക്കെ ഇതൊക്കെയായിരുന്നു. അപ്പൊ എഴുത്താണ് ഏത് കാലത്തും എന്നോട് വളരെയധികം അടുത്ത് നിന്ന ഒരു മോഹം. അതിപ്പോഴും തന്നെ, അത് നമ്മൾ എഴുതുന്നില്ല എന്ന് വിചാരിച്ചാൽ പോലും നമ്മളെ മനസ്സിൽ നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അക്ഷരങ്ങളായിട്ട് എഴുതുന്നില്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ടാൽ പോലും. പിന്നെ അതുപോലെ പത്രാധിപരാവുക, അല്ലെങ്കിൽ ഒരു പത്രം എഡിറ്റ് ചെയ്യുക, ഇതൊക്കെ എന്റെ മോഹങ്ങളിൽപ്പെട്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊമേഴ്സാണ്. അത് കഴിഞ്ഞിട്ട് ശരിക്കും നേരെ ഒരു അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നതിന് പകരം അന്ന് ജേർണലിസം കോഴ്സിന് പോകാൻ എനിക്ക് താല്പര്യം തോന്നി. അങ്ങനെ പ്രസ് അക്കാദമിയുടെ ആദ്യത്തെ ബാച്ചിലായിരുന്നു എനിക്ക് അഡ്മിഷൻ കിട്ടി. അത് കോഴ്സ് എക്സാം കഴിയുന്ന കാലത്ത് തന്നെയാണ് മാധ്യമം പത്രം കോഴിക്കോട്ട് നിന്ന് ഇറങ്ങുന്നു, പുതിയൊരു പത്രം എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ പോയിട്ട് അതിനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് സെലക്ഷൻ കിട്ടി. എക്സാം എഴുതി ഏകദേശം ജൂലൈ ഓഗസ്റ്റ് 31 തീരുന്നത് എക്സാം, ഫൈനൽ ലാസ്റ്റ് എക്സാം. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 1 ഞാൻ നേരെ വന്നിട്ട് മാധ്യമത്തിൽ ജോയിൻ ചെയ്തു. അതായത് പരീക്ഷ എഴുതി പിറ്റേ ദിവസം വന്നു ജോയിൻ. പിന്നെ അത് എന്ന് പറഞ്ഞാൽ ഞാനതൊരു പ്രൊഫഷൻ എന്നുള്ള രീതിയിലാണ് എടുത്തത്. അതും സർഗാത്മകതയും തമ്മിൽ യാതൊരു ബന്ധമല്ല, എന്നാലും ചെറിയ ഒരു നേരിയ അടുപ്പുണ്ട്. ഇത് വല്ലാതെ നമ്മള് ജേർണലിസത്തിലേക്ക് അഭിരമിച്ചു പോയാൽ ഭാഷ നഷ്ടപ്പെടും. അതല്ലെങ്കിൽ രണ്ടും കൂടെ ആവുമ്പോ ഈ എഴുത്തുകാരന്റെ എല്ലാം നഷ്ടപ്പെടും എന്നൊക്കെ പഴയ കാലത്ത് ബഹളങ്ങളുണ്ട്. ഇപ്പൊ പല ആളുകളും അതിനെ അതിജീവിച്ചിട്ടുണ്ട്. ഇപ്പോ ഉദാഹരണം, പഴയ തലമുറയിലുള്ള നമ്മുടെ UK കുമാരൻ, അദ്ദേഹം എപ്പോഴും പത്രപ്രവർത്തകനാണ്, നല്ല കഥകൾ എഴുതുന്നുണ്ട്, നോവലുകൾ എഴുതുന്നുണ്ട്. പുതിയ തലമുറയിൽ ഇഷ്ടം പോലെ ആളുകൾ, ബി മുരളി, പല ആളുകളും പത്രപ്രവർത്തനവും ഇതുമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഞാനും അങ്ങനെയായിരുന്നു കണ്ടത്. ഇപ്പോഴും പത്രപ്രവർത്തനം, പിന്നെ അത് ആ മാധ്യമത്തിൽ നിന്ന് ഞാൻ നേരെ ഗൾഫിലേക്ക് പോവുക ചെയ്തത്. ഇപ്പോ പത്രപ്രവർത്തനവുമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ എങ്കിൽ തന്നെ അവിടുന്ന് ഇറങ്ങുന്ന ഒരു പത്രത്തിൽ നിന്ന് ഞാൻ നിരന്തരം ഒരു കോളം, അക്കരെ ഇക്കരെ എന്ന് പറഞ്ഞിട്ടൊരു കോളം ചെയ്തിരുന്നു. അതൊരു 1.5 വർഷം ചെയ്തിരുന്നു. അല്ല, അത് അവിടുന്ന് ഇറങ്ങും മലയാളം ന്യൂസ് എന്നുള്ള പത്രത്തില് അക്കരെ ഇക്കരെ, അതായത് ഒരു പ്രവാസിയുടെ ഇവിടെയും അവിടെയും ജീവിക്കുന്ന അതിലുണ്ടാകുന്ന കുറെ സംഗതികൾ, ചെറിയൊരു കോളായിരുന്നു. പിന്നെ മാധ്യമത്തിൽ ചെയ്തിരുന്ന ചുറ്റുവട്ടം എന്ന് പറഞ്ഞത് നമ്മുടെ ഇടയിലുള്ള അങ്ങനെ ഉണ്ടായിരുന്നു പ്രവാസ ജീവിതമായി. ജീവിതം അത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അതൊരു അനിവാര്യതയായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ പറയും, പല ആളുകളും പറയുന്ന പോലെ പ്രവാസം ഒരു നഷ്ടം എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ആ സമയത്ത് സാർ എഴുതിക്കൊണ്ടിരുന്നു? ഞാൻ എഴുതിയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങളോട് പോത്ത് 95 ഏറ്റവും നല്ല കഥകളൊക്കെ ഞാൻ അവിടെ ഇരുന്നുണ്ട്. ഇപ്പൊ അത് മാത്രമല്ല, ഈ നോവല്, ഇത് വിഷയം ചെറുമ്പിലെ ജനങ്ങളാണെങ്കിൽ പോലും ഞാനിത് എഴുതി പൂർത്തീകരിക്കുന്നത് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ചിട്ടാണ്. അപ്പൊ പ്രവാസ എഴുത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിങ്ങൾക്ക് ജീവിക്കാം, എവിടെ ഇരുന്നാലും എഴുതാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അതിന് അമേരിക്കയിൽ ഇരുന്നാലും സൗദി അറേബ്യയിൽ ഇരുന്നാലും ഇനി ചെറുമ്പില് ഇവിടെ ഇരുന്നാലും വലിയ കാര്യമൊന്നുമില്ല. എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എന്ത് എഴുതുന്നു, അതെന്താണ് ജനത്തിന് കൊടുക്കുന്നു, അത് തന്നെയാണ് പ്രധാനം. അപ്പോൾ ആ രീതിയിൽ എനിക്ക് പ്രവാസ നഷ്ടങ്ങളൊന്നും വരുത്തിയിട്ടില്ല.